ബിടെക് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം ഏത് ബ്രാഞ്ച് എടുക്കണം എന്നുള്ളതാണ്. CS അവർക്ക് കൃത്യമായ ഐഡിയ ഉണ്ട്, CS എന്താണെന്നുള്ളൊരു ഐഡിയ അവർക്കുണ്ട്. അതേസമയം ECയിലേക്കും EEയിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ പല ബ്രാഞ്ചുകളിലേക്ക് വരുമ്പോഴും എന്താണ് ശരിക്കും അതിനകത്ത് പഠിക്കുന്നത്, ഈ ഫീൽഡിൽ പഠിക്കുവാണെങ്കിൽ എവിടെയാണ് ജോലി കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക് എത്രമാത്രം വിദ്യാർത്ഥികൾക്ക് ഐഡിയ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോയുമായാണ് ഞങ്ങൾ വരുന്നത്. ഈ വീഡിയോയിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ ഡോക്ടർ ബിജു സാറാണ്. ബിജു സാർ, സ്നേഹപൂർവ്വം സ്വാഗതം. ബിജു സാർ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിരുന്നു. സാർ, ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് EC വേഴ്സസ് EEE. എന്താണ് ശരിക്കുമുള്ളൊരു മേജർ ഡിഫറൻസ് എന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, EEE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ EC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇത് തമ്മിലുള്ളൊരു ഫണ്ടമെൻ്റലുള്ള വ്യത്യാസം, EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ത്രസ്റ്റ് കൂടുതൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, ഇലക്ട്രോണിക്സ്, അതിൻ്റെ കൂടെ ഇലക്ട്രോണിക്സും കൂടെ ഉണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിലാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ പാർട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് പഠിക്കുന്നേ ഇല്ല. അത് കംപ്ലീറ്റ്ലി കമ്മ്യൂണിക്കേഷൻ പാർട്ട് എല്ലാം കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അന്നേരം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ സബ്ജക്ട്സും അതിൻ്റെ കൂടെ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണ് പഠിക്കുന്നത്. EC സ്റ്റുഡൻസ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് പഠിക്കും. സർക്യൂട്ട്സ് പഠിക്കുമ്പോൾ തന്നെ അവർ ലോ പവർ സർക്യൂട്ട്സ് ആണ് പഠിക്കുന്നത്. EEE സ്റ്റുഡൻസ് റിലേറ്റീവ്ലി ഹൈ പവർ സർക്യൂട്ട്സ് ആണ് പഠിക്കുന്നത്. അന്നേരം EC സ്റ്റുഡൻസ് ലോ പവർ ഇലക്ട്രോണിക്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വളരെ വിശദമായിട്ട് പഠിക്കുന്നു. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഫണ്ടമെന്റലുള്ള ഡിഫറൻസ്. ഏകദേശം ഒരു എത്ര പെർസെൻറ്റേജ് സെയിം ആണ്, അല്ലെങ്കിൽ കോർ ടോപ്പിക് സെയിം ആണ് നമുക്ക് പറയാൻ പറ്റും? ഒരു EC വേഴ്സസ് EEE നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു റഫലി നമുക്കൊരു 30% സെയിം ആണെന്ന് പറയാൻ പറ്റും. കാരണം രണ്ട് കൂട്ടരും ഇപ്പോൾ അനലോഗ് ഇലക്ട്രോണിക്സ്, രണ്ട് കൂട്ടർ EEക്കാരും EC സ്റ്റുഡൻസും അനലോഗ് ഇലക്ട്രോണിക്സ് പഠിക്കുന്നുണ്ട്. അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇവർ രണ്ട് കൂട്ടരും പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ലാബ്, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റ്. ആ ഇലക്ട്രോ മാഗ്നറ്റിക്സ് തന്നെ പോർഷനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് കുറച്ചും കൂടെ ലോ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആയിരിക്കും പഠിക്കുന്നത്. ഇലക്ട്രോണിക് സ്റ്റുഡൻസ് കുറച്ചുകൂടെ ഹൈ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക്സ് ആയിരിക്കും പഠിക്കുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 30% കോമൺ ആണ്. സാർ, എവിടെയാണ് ഒരു EEE പഠിച്ച വിദ്യാർത്ഥികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക? ഏതൊക്കെ റോളിലേക്കാണ് അവർ പ്ലേസ്ഡ് ആകുന്നത്? ഓക്കെ, എനിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഒന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഒന്ന്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് വിശദമായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വളരെ വിശദമായിട്ട് പഠിക്കുന്നു. അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പവർ സിസ്റ്റമാണ്. അന്നേരം പവർ സിസ്റ്റത്തിൽ 3 പാർട്ടാണുള്ളത്. ഒന്ന് പവർ ജനറേഷൻ, നമുക്കറിയാം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് ജനറേറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലും തെർമൽ ഇലക്ട്രിക് സ്റ്റേഷനിലൊക്കെ നടക്കുന്ന ആ പവർ ജനറേഷൻ പ്രോസസ്സാണ് പവർ ജനറേഷൻ. അത് അവർ വളരെ വിശദമായിട്ട് പഠിക്കും. അതിനുശേഷം നമുക്കറിയാം ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഈ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് എൻഡ് യൂസർ സൈഡിലോട്ട് സബ് സ്റ്റേഷനിലോട്ടെല്ലാം ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. ഇതിനാണ് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അന്നേരം ഇതാണ് ഈ പവർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, പവർ ട്രാൻസ്മിഷൻ. പിന്നാണ് നമ്മുടെ ലോക്കലായിട്ട് വരുന്ന ഈ സബ്സ്റ്റേഷനുകളിൽ നിന്ന് ബാക്കി ട്രാൻസ്ഫോമർ, നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയും. അതുവഴി നമ്മുടെ മറ്റേ HT ഹൈ ടെൻഷനാണ്. ഇനി LT ലെവലിലോട്ട് എത്തുന്നത്. അവിടെ വെച്ചാണ് നമ്മളിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോ എൻഡിലോട്ട്, ഓരോ ഡൊമസ്റ്റിക് കൺസ്യൂമറിലോട്ട് എത്തുന്നതിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അന്നേരം ഇത് 3 ചേർന്നാണ് പവർ സിസ്റ്റം. അന്നേരം ഈ 3 പാർട്ട് ഇവർ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അവർ പഠിക്കുന്ന ഒരു വലിയൊരു മേഖലയാണ് മെഷീൻസ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, വിവിധ തരത്തിലുള്ള മോട്ടറുകൾ, അതിൻ്റെ പ്രവർത്തനം, ജനറേറ്ററുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അവർ പഠിക്കുന്ന ഒരു വലിയ മേഖലയാണ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ ഇലക്ട്രോണിക്സ്, ഈ EC സ്റ്റുഡൻസ് ലോ പവർ ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നത്. അന്നേരം അവർ ഡീൽ ചെയ്യുന്നത് ഒരു 6 വോൾട്ട്, ഒരു 12 വോൾട്ട് പവർ. അവിടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് മില്ലി ആംബിയർ അല്ലെങ്കിൽ മൈക്രോ ആംബിയർ ലെവലായിരിക്കും. അതേസമയം പവർ ഇലക്ട്രോണിക്സിലോട്ട് വരുമ്പം ആ പവർ ലെവലിലോട്ടാണ് ഇത് നേരെ മാറുന്നത്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് മേ ബി 100 വോൾട്ട്, 1000 വോൾട്ട് ആ റേഞ്ചിലോട്ട് വരും. കറണ്ട് 100 ആംബിയർ, 500 ആംബിയർ, ഈവൻ 1000 ആംബിയറിലോട്ട് വരും. അന്നേരം ഇങ്ങനെ ഒരു പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. പിന്നെ കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്സ് പഠിക്കുന്ന ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സാണ്. ഇതിനെല്ലാത്തിൻ്റെ ഒരു കൺട്രോൾ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് അവർ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു മെയിൻ സബ്ജക്ട്സ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, നെറ്റ്വർക്ക് അനാലിസിസ് ഉണ്ട്, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഫണ്ടമെൻ്റൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഇത് കൂടാതെ ഈ പറഞ്ഞ ഇതിൻ്റെ കൂട്ടത്തിലൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അനലോഗ് ഇലക്ട്രോണിക്സും ഉണ്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സും ഉണ്ട്. രണ്ടും അവർ പഠിക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽഡ് അല്ലെങ്കിലും EC സ്റ്റുഡൻസ് പഠിക്കുന്ന പോലെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടല്ലെങ്കിലും ഇവരും ഈ അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെയും
ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെയും ഫണ്ടമെൻ്റൽസ് എല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ സിഗ്നൽ പ്രോസസ്സിംഗ് അല്പം പഠിക്കുന്നുണ്ട്, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് അല്പം പഠിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പഠിക്കുന്നുണ്ട്. അന്നേരം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലവസരങ്ങളാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് കിട്ടുന്നുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഉള്ളത് ഈ പവർ സെക്ടറിലാണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ളത് പവർ സെക്ടറിലാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവരുടെ ഗവൺമെൻറ് സെക്ടറിൽ KSEB ആണ് ഏറ്റവും കൂടുതൽ ജോലി കിട്ടും. അന്നേരം KSEBയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 സെഗ്മെൻറ്റിൽ ഇവർക്ക് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ജോലി കിട്ടും, ഈ ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ വലിയ സബ് സ്റ്റേഷനിൽ ജോലി കിട്ടും, പിന്നെ ഡിസ്ട്രിബ്യൂഷനിലോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം ജോലിയുണ്ട്. പിന്നെ ഇത് കൂടാതെ ഒരുപാട് ഗവൺമെൻറ് മേഖലകളിൽ വേറെ പലയിടത്തും ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം നോക്കി ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്യേണ്ട ഒരു എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനിൽ ആസ് പെർ റൂൾസ് ആണ്, സേഫ് ആണ്, ഇതൊക്കെ എൻഷുർ ചെയ്ത് സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ട, അപ്രൂവൽ കൊടുക്കേണ്ട ഏജൻസിയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ PWD ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അങ്ങനെ പല മേഖലകളിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, അന്നേരം ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് ജോലിയുണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ ഗവൺമെൻറ് സെക്ടർ കൂടാതെ നമ്മുടെ നവരത്ന കമ്പനികൾ, പബ്ലിക് സെക്ടർ കമ്പനികൾ, അവിടെ ഒരുപാട് ഇപ്പം NTPC, അതുപോലെ SPCL, ഈ IOC, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം, പവർ ജനറേഷൻ കമ്പനികളിലെല്ലാം ഈ NTPC കൂടാതെ ഈ വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിലും ഇങ്ങനെയുള്ള ഗവൺമെൻറ് കീഴിലുള്ള വലിയ പബ്ലിക് സെക്ടർ കമ്പനികളിലെല്ലാം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ ഗവൺമെൻറ് സെക്ടറാണ്. നമ്മൾ സ്റ്റേറ്റിൽ ഗവൺമെൻറ് സെക്ടറിലും സെൻട്രൽ ഗവൺമെൻറ് പബ്ലിക് സെക്ടറിലെയും കാര്യം പറഞ്ഞു. ഇനി ഇത് കൂടാതെ ഒരുപാട് പ്രൈവറ്റ് മേഖലകളിൽ ഇവർക്ക് ഒരുപാട് എടുത്ത് ജോലി കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പം നമുക്കറിയാം റിന്യൂവബിൾ, ഇപ്പോൾ ഇലക്ട്രിക്കലിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളിൽ ഒന്നാണ് റിന്യൂവബിൾ എനർജി. നമുക്കറിയാം നമ്മൾ ഒരുപാട് ഈ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ എനർജി ക്രൈസിസ് ഇപ്പം വരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഈ ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ റിന്യൂവബിൾ, ഇപ്പം സോളാർ എനർജി, വിൻഡ് എനർജി, ഇപ്പോൾ ചൈനയൊക്കെ ഒരുപാട് അതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ചൈനയ്ക്കൊക്കെ ഇപ്പം ഒരു എനർജി ഷോർട്ടേജ് വന്നാലും അവർ സെൽഫ് സസ്റ്റൈനിങ് രീതിയിലോട്ട് അവർ മാറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ അതിലോട്ടുള്ള ജേർണിയിലാണ്, നമ്മൾ അതിനകത്തുള്ള ട്രാൻസിഷൻ സ്റ്റേജിലാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്ര % 50% പ്രൊഡക്ഷൻ റിന്യൂവബിൾ എനർജി ഇതാവണം. അങ്ങനെ റിന്യൂവബിൾ എനർജി മേഖലയിൽ ഒരുപാട് തൊഴിലവസരങ്ങളാണ് ഈ സോളാറിലും വിൻഡിലും ഒക്കെ വരുന്നത്. അന്നേരം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ് റിന്യൂവബിൾ എനർജി. അതുപോലെ നമുക്കറിയാം, ഇപ്പം നമ്മുടെ രാജ്യത്തിനും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും നെറ്റ് സീറോ കാർബൺ എമിഷൻ ഇപ്പം നമ്മൾ സീറോ ആക്കി. നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഈ കാർബൺ എമിറ്റ് ചെയ്യുന്നത് അബ്സോർവ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് സീറോ ആക്കുക എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ കംപ്ലീറ്റ്ലി, നെറ്റ് കാർബൺ എമിഷൻ കംപ്ലീറ്റ്ലി സീറോ ആക്കുക. അന്നേരം ഈ കാർബൺ എമിഷൻ ഒരുപാട് കൊണ്ടുവരുന്ന ഒരു മേഖലയാണ് നമ്മുടെ IC എഞ്ചിൻസ്, കൺവെൻഷൻ പെട്രോൾ ഡീസൽ എഞ്ചിൻ. അന്നേരം ഇതിനെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളിലോട്ട്, ബാറ്ററി പവേർഡ് ഇലക്ട്രിക് വെഹിക്കിളിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എമിഷൻ കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അന്നേരം ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു വലിയ മേഖലയാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് ഒരുപാട് തൊഴിലവസരങ്ങൾ. അവിടെ നമുക്ക് ഇലക്ട്രിക് മോട്ടറുകളുണ്ട്, കൺവേർട്ടറുകളുണ്ട്, പവർ ഇലക്ട്രോണിക് കൺവേർട്ടറുകൾ, DC to DC കൺവേർട്ടറുകളുണ്ട്, ഇൻവെർട്ടറുകളുണ്ട്, അതുപോലെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, BMS എന്ന് പറയുന്നത്, ഇതെല്ലാം ഒരുപാട് തൊഴിൽ കിട്ടുന്ന മേഖലകളാണ്. അന്നേരം ഈ ഇലക്ട്രിക് വെഹിക്കിൾസിലും ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ വരുന്നുണ്ട്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇലക്ട്രിക് വെഹിക്കിൾസിലുണ്ട്. റിന്യൂവബിൾ എനർജി, പവർ സെക്ടർ, ഇപ്പോൾ തെർമലാണെങ്കിലും കൺവെൻഷണൽ മേഖലകളിലാണെങ്കിലും, അതുപോലെ ഇപ്പം ഇതെല്ലാം കോർ ഇലക്ട്രിക്കൽ ജോബ്സ് ആണ് പറഞ്ഞത്. ഇത് കൂടാതെ ഇപ്പോൾ IT സെക്ടറിലോട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് സ്റ്റിൽ നമ്മുടെ IT കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലികളാണ്. ഇപ്പോൾ AEയിലൊക്കെയാണ് താല്പര്യമെങ്കിൽ ഇലക്ട്രിക്കൽ ഒരു ബീങ് എ സർക്യൂട്ട് ബ്രാഞ്ച്, നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാകും. ഉറപ്പായിട്ടും ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് 4 വർഷം കഴിയുമ്പം IT റിലേറ്റഡ് ജോബ്സിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈസി ആയിട്ട് അതിലോട്ടും സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്. സാറേ, ട്രിപ്പിൾ E എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കൊരു ഐഡിയ ഉണ്ട്, ഒരു പക്ഷേ കേട്ട് ഫെമിലിയാരിറ്റി ഉണ്ടെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇതിൻ്റെ ചില സബ്സെറ്റുകളുണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങി, അതിനെക്കുറിച്ചൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ. ഒരു പക്ഷേ ട്രിപ്പിൾ E എന്ന് പറയുന്നത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇതാണ് മേജർ ബ്രാഞ്ച് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. ഏതൊക്കെയാണ് ഈ ഫീൽഡിലുള്ള മറ്റ് സബ്സെറ്റുകൾ എന്തൊക്കെയാണ്? അതെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറയുന്നത് ട്രിപ്പിൾ E എന്നറിയപ്പെടുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇത് കൂടാതെ തന്നെ ഇലക്ട്രിക്കലായിട്ട് ഇതുമായിട്ട് അലൈഡ് ബ്രാഞ്ചസ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഒരു ബ്രാഞ്ചുണ്ട് പല എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു ബ്രാഞ്ച് പലയിടത്തുണ്ട്. അതുപോലെ ഈയിടെയായിട്ട് പല എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഒരു ബ്രാഞ്ചുണ്ട്. ഇത് കൂടുതലും കേരളത്തിൽ നമ്മുടെ അഫിലിയേറ്റഡ് കോളേജസിൽ കാണുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ വിവിധ അലൈഡ് ബ്രാഞ്ചസ് ആണ്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു IIT ലെവലിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് മിക്കവാറുള്ള IITയിലെല്ലാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. ആ പഴയ പണ്ട് എവിടെയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നായിരുന്നു. പിന്നെ ഓവർ ദ ഇയേഴ്സ് നമ്മുടെ ഇലക്ട്രോണിക് സബ്ജക്ട്സ് കൂടിയപ്പോഴാണ് ഇതിൻ്റെ റീനെയിം ചെയ്ത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മാറുന്നത്. അന്നേരം നമ്മൾ IITയിലോട്ടൊക്കെ പോയാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് തന്നെയാണ്.
അതുപോലെ നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണ് ഇപ്പം ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയല്ല ഫോറിൻ സിസ്റ്റത്തിൽ. നമ്മൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് പോയാൽ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും എല്ലാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ്. സർക്യൂട്ട് ബ്രാഞ്ചസ് എല്ലാം ഇവിടെ ഒരു കോമൺ അമ്പറില്ല, അതിൽ ഒരു പേരന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. കാരണം ഇലക്ട്രിക്കലിന് ശേഷം ഡെവലപ്പ് ചെയ്ത് നമുക്കറിയാം ഇലക്ട്രോണിക്സ് പിന്നെ ഒന്നാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിറൈവ് ചെയ്ത് പോയത്. അതിന് ശേഷമാണ് നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഡെവലപ്പായി വന്നത്. അന്നേരം ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് വന്നാൽ പോലും ഈ പേരന്റ് ബ്രാഞ്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഇതിനൊന്നും ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിനും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല. എല്ലാം ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്, പക്ഷേ ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും, ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ പല IIT-കളാണെങ്കിൽ പോലും ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പം IIT മദ്രാസ് അങ്ങനെയുള്ള പല കൺവെൻഷണൽ IIT-കൾ എടുത്താൽ പോലും ഇപ്പോഴും ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ IIT ഗുവാഹട്ടിയിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെയാണ് ഒറ്റ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റാണ് ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എല്ലാം ഓഫർ ചെയ്യുന്നത്. അന്നേരം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പലയിടത്തും പല രീതിയിലാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് കോമൺ നോമൻക്ലച്ചർ. കൂടാതെ അലൈഡ് ബ്രാഞ്ചസായി ഇലക്ട്രിക്കൽ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. കേരളം വിട്ട് IIT-യിലോട്ട് പോകുമ്പം കൂടുതലും പഴയ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോഴും ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എല്ലാം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ തന്നെ. കാരണം പേരന്റ് ഈ സർക്യൂട്ട് ബ്രാഞ്ചസിന്റെ എല്ലാം കൂടെ പേരന്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. സാർ, ഇപ്പോൾ ഒരു സംശയം, അതായത് ഇപ്പം ഈ ഒരു ട്രിപ്പിൾ എന്ന് പറയുന്ന ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പം അതോ ഇതിൻ്റെ സബ്ജക്റ്റ്, അതായത് ഇൻസ്ട്രുമെന്റേഷൻ പോലെയുള്ള ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കുന്നതാണോ ഒരു ബെറ്റർ ഓപ്ഷൻ? ഓക്കെ, നമ്മളൊരു ബിടെക് ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഫണ്ടമെന്റലി അല്ലെ ഏറ്റവും പേരന്റ് ഒരു മദർ ബ്രാഞ്ച് എന്നുള്ള രീതിയിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിനകത്ത് നമ്മൾ ഈ ഒരു ബ്രാഞ്ചസിൽ വരുന്ന എല്ലാ സബ്ജക്ട്സും അതിനകത്ത് കവേർഡാണ്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുന്നത് ഒരു സ്ട്രീം ലൈൻ ചെയ്ത് പോകുമ്പോഴാണ് അടുത്ത ഇപ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വരുമ്പോഴത്തേക്ക് കൺട്രോൾ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അല്ല ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വരുമ്പം ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ്, ആ ഇൻസ്ട്രുമെന്റേഷൻ പാർട്ടാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അന്നേരം അവരൊരു ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ആയിട്ട് പ്ലേസ് ചെയ്യപ്പെടാനായിരിക്കും കൂടുതൽ അവസരങ്ങൾ വരുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കും. അപ്പോൾ കുറച്ച് ഇലക്ട്രിക്കൽ സബ്ജക്ട്സ് നമ്മൾ കോംപ്രമൈസ് ചെയ്യപ്പെടും. അന്നേരം ആ രീതിയിലെല്ലാം നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഒരു ഫണ്ടമെന്റൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവാനാണ് നമുക്ക് ഏറ്റവും താല്പര്യമെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ചോയ്സ്. സാർ, ഈ ഒരു ബ്രാഞ്ചിൽ, അതായത് ട്രിപ്പിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്, എന്തൊക്കെയാണ് അവസരങ്ങൾ? ഓക്കെ, നമ്മൾക്ക് ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ബിടെക്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ബ്രാഞ്ച് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് MTech PG ലെവലിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും പുറത്തും എല്ലാം ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് MTech കോഴ്സസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫർ ചെയ്യുന്ന MTech കോഴ്സസ് MTech ഇൻ പവർ സിസ്റ്റം ഏറ്റവും കൺവെൻഷനലായിട്ട് തന്നെ നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, NIT കാലിക്കറ്റ് ഉൾപ്പെടെ എല്ലായിടത്തും ഉള്ളതാണ് MTech ഇൻ പവർ സിസ്റ്റം. ദെൻ MTech ഇൻ കൺട്രോൾ എഞ്ചിനീയറിംഗ്, കൺട്രോൾ സിസ്റ്റംസ് ആണ് വരും, MTech ഇൻ കൺട്രോൾ സിസ്റ്റംസ്. ദെൻ MTech ഇൻ ഇലക്ട്രിക്കൽ മെഷീൻസ്, അത് പലതും ഇപ്പം ഈ പവർ ഇലക്ട്രോണിക്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ശേഷം ഇലക്ട്രിക് ഡ്രൈവ്സ് എന്നായി മാറിയിട്ടുണ്ട്. ഇലക്ട്രിക് മെഷീൻസ് ഗ്രാജുവലി ഇലക്ട്രിക് ഡ്രൈവ്സിലോട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ MTech ഇൻ പവർ ഇലക്ട്രോണിക്സ്, അന്നേരം MTech ഇൻ പവർ സിസ്റ്റം ഉണ്ട്, MTech ഇൻ പവർ ഇലക്ട്രോണിക്സ് ഉണ്ട്, MTech ഇൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട്, MTech ഇൻ മെഷീൻ ഇലക്ട്രിക്കൽ മെഷീൻസ് ഓർ MTech ഇൻ ഡ്രൈവ്സ് ഉണ്ട്. ഇതാണ് കൂടുതലും MTechൽ കൂടുതൽ കൺവെൻഷനലായിട്ട് കണ്ടുവരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനുള്ള PG പ്രോഗ്രാംസ്. പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ പുതുതായിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റിന്യൂവബിൾ എനർജിയും ഇലക്ട്രിക് വെഹിക്കിൾസും ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് കാണാം MTech ഇൻ റിന്യൂവബിൾ എനർജി പുതിയ കോഴ്സ് ഒരുപാട് എടുത്തുണ്ട്. MTech ഇൻ റിന്യൂവബിൾ എനർജി ഒരുപാട് എടുത്ത് കാണുന്നുണ്ട്. MTech ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കോമൺ ആയിട്ട് MTech ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ് വളരെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇലൂമിനേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള കോഴ്സുകളും MTech ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരുപാട് MTech ലെവലിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഹയർ സ്റ്റഡീസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ട്രിപ്പിൾ എന്ന ബ്രാഞ്ചിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സാർ സംസാരിച്ചു കഴിഞ്ഞു. സാർ ട്രിപ്പിളിയുടെ ഒരു HOD ആയിരുന്നു. സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ, സാർ പവർ ഇലക്ട്രോണിക്സിൽ ഈ ടോപ്പിക്കിലാണ് PhD ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ സ്പിരിറ്റ് സാറിൻ്റെ വാക്കുകളിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സാർ, ട്രിപ്പിൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ട്രിപ്പിളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 10-15 മിനിറ്റ് വളരെ യൂസ്ഫുൾ ആകും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.
Brilliant Study Center, India's #1 coaching center for NEET and JEE.